ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താണാവോ ഇത്രയും വലിയ സന്തോഷം? ഒന്നും ഉണ്ടാവില്ലമ്മേ, ചുമ്മാ ഓരോന്നൊക്കെ പറയുന്നതാ. ചുമ്മാ പറയുന്നതൊന്നും അല്ല. സാറിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാലേ നിങ്ങൾ എല്ലാവരും ശരിക്കും ഞെട്ടും. തങ്കം, ഞാനൊരു കാര്യം പറയാം. ഇത്രയും ദിവസം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നൊരു കാര്യ. കൃഷ്ണമോളുടെ കാര്യത്തില് ദൈവം ചിലതൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗാഥയും കൃഷ്ണയും എന്തിനാ ഒരുപോലെയായത്? ഗാഥയുടെയും നവീന്റെയും വിവാഹം നടക്കുന്നതിനിടയിൽ എന്തിനാ ഒരു സർപ്പദോഷം ഉണ്ടായത്? അത് തീർക്കാൻ സിത്താര മാഡം കൃഷ്ണയെ തന്നെ കണ്ടെത്തിയത് എന്തിനാ? വേണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കൃഷ്ണമോളിപ്പോ നവീന്റെ കൂടെ ആണല്ലോ ജീവിക്കുന്നത്. നവീന് കൃഷ്ണമോളോട് എന്തൊരു സ്നേഹമാണ്. അതിന് ഞാൻ പലപ്പോഴും സാക്ഷിയാണല്ലോ. ആ, കൃഷ്ണമോളെ നവീന് ഭയങ്കര ഇഷ്ടാ. ചിലപ്പോ ഇത് തന്നെയാണ് കൃഷ്ണമോളുടെ ജീവിതമെങ്കിലോ? സിത്താര മാഡം നിർബന്ധിച്ച് ഗാഥയുടെ കഴുത്തിൽ കെട്ടേണ്ട താലി കൃഷ്ണയുടെ കഴുത്തിൽ കെട്ടിച്ചു. പക്ഷേ അതവിടെ സ്ഥിരമായിട്ട് കിടക്കാനുള്ളതാണെങ്കിലോ? കളരിക്കലെ വധുവാകാൻ പോകുന്നത് കൃഷ്ണ തന്നെയാണെങ്കിലോ? മനക്കണക്ക് കൂട്ടാൻ എളുപ്പമാണ് ഗോപാലൻ. എന്നിട്ട് ഈ പറഞ്ഞ കളരിക്കൽ കയറി ചെല്ലുന്ന പെണ്ണിന് എന്ത് വിധിയെ വെച്ചിട്ടുള്ളത്? തങ്കം, പരിഹാരമില്ലാത്ത കാര്യമുണ്ടോ? അവരെത്രയോ പരിഹാര പൂജകൾ ചെയ്തു. ഇപ്പൊ നടക്കുന്ന ഈ 41 ദിവസ വ്രതം തന്നെ അതിന്റെ ഒരു ഭാഗമല്ലേ? എന്തായാലും ആ പൂജ ഭംഗിയായിട്ട് കൃഷ്ണമോള് പൂർത്തിയാക്കുമെന്ന് നമുക്കൊക്കെ ഉറപ്പുണ്ടല്ലോ. അത് പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും കൃഷ്ണമോള് നവീന്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള ഭാര്യയായി മാറിയിരിക്കും. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതാൻ തങ്കേച്ചി നമുക്ക്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. തങ്കേച്ചി ഇപ്പൊ ആത്മവിശ്വാസം കാണിച്ചില്ലെങ്കിൽ കൃഷ്ണയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇനി അവളുടെ മുന്നിൽ ഒന്നും പറയുന്നില്ല. സുനന്ദേ, നീ സിത്താര മാഡത്തിന്റെ വീട്ടിലെ ജോലിക്ക് ഇനിയും പോണം. ഇനി എന്നെ അവര് കേറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കേറണം. കാരണം ഇനിയുള്ള അവരുടെ തീരുമാനങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയണം. എന്തൊക്കെ അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാലേ കൃഷ്ണമോളുടെ ജീവിതം സുരക്ഷിതമാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അത് ഗോപാലൻ പറഞ്ഞത് നേരാ സുനന്ദേ. ചേച്ചി, എനിക്കതിൽ സന്തോഷേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം അവരുടെ സ്വഭാവം വെച്ച് ഇനി എന്നെ അവിടെ കേറ്റില്ല. എന്തായാലും ഇപ്പൊ കൃഷ്ണയുടെ സഹായം അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ കൃഷ്ണയുമായി ഏറ്റവും അടുപ്പമുള്ള നമ്മളെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കില്ല. നീ ധൈര്യമായി ജോലിക്ക് ചെല്ല്, അവരവിടെ നിന്നെ നിർത്തും. എങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? ഞാൻ പോവാം. തങ്കം, സുനന്ദ കൃഷ്ണയുടെ അടുത്തുണ്ടാകും. കൃഷ്ണയെക്കുറിച്ച് എന്ത് തീരുമാനമെടുത്താലും അത് അപ്പൊ തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മളിപ്പോ ഒരു തീരുമാനം എടുക്കുകയാണ്. അത് കൃഷ്ണമോളും നവീനും ഒന്നിച്ചാണ് ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത് എന്നുള്ളതാ. ദേ തങ്കം, അങ്ങനെ മാത്രം ചിന്തിക്കുക. അമ്മേ, പൂജാമുറിയില് പൂക്കള് കൂടി നുള്ളി വെച്ച് കഴിഞ്ഞാ എല്ലാം പൂർത്തിയായി. അതെങ്കിലും ഒന്ന് എനിക്ക് വിട്ടു തന്നേ കൂട്ടി, ഞാനൊന്ന് ചെയ്തോട്ടെ. നവീൻ വന്നു. കഥ അയ്യോ അയ്യോ നവീൻ, നവീൻ.
അയ്യോ ഹേയ് നവീൻ ഇറക്ക്. സോറി, ഞാൻ എന്റെ എക്സൈറ്റ്മെന്റോട് ചെയ്തു പോയതാ. എന്റെ എക്സൈറ്റ്മെന്റ് കൃഷ്ണ വ്രതത്തിലാണെന്ന് അറിയില്ലേ? വ്രതം മുടങ്ങുന്ന കാര്യമല്ലേ ഇപ്പൊ നവീൻ ചെയ്തത്? അയ്യോടി മോളെ, നീ ഒന്നും പറയണ്ടടി പെണ്ണെ. ഇവിടെ പലർക്കും പല അധികാരമാണല്ലോ. ഇവർക്ക് ഇതൊക്കെ ആകാം. വ്രതം നശിപ്പിക്കാം, കുടുംബം ഇല്ലാതാക്കാം. നിർമ്മലേ, നിർത്തുന്നുണ്ടോ? അല്ല, വ്രതം മുടക്കുന്ന കാര്യം ഞാനോ എന്റെ മോളോ ചെയ്തിരുന്നെങ്കിൽ ആരും ഇതൊന്നും പറയില്ലായിരുന്നല്ലോ. ഇതില് നിർമ്മല ഇത്ര ബഹളം വെക്കേണ്ട കാര്യം എന്താ? ഗാഥമോള് നവീന്റെ ഭാര്യയല്ലേ? വ്രതം എടുക്കുന്നുണ്ട്, അത് സത്യം. പക്ഷെ അവനൊരു സന്തോഷം വന്നാലേ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താ കുഴപ്പം? ഹോ, എന്താണാവോ ഇത്രയും വലിയ സന്തോഷം? ഒന്നും ഉണ്ടാവില്ലമ്മേ, ചുമ്മാ ഓരോന്നൊക്കെ പറയുന്നതാ. ചുമ്മാ പറയുന്നതൊന്നും അല്ല. സാറിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാലേ നിങ്ങളെല്ലാവരും ശരിക്കും ഞെട്ടും. ആ നവീൻ, എന്താടാ കാര്യം? അച്ഛാ, മുത്തശ്ശി, ഇപ്പോഴുള്ള ഗവൺമെന്റ് ഇനി വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറെ സ്നേഹഭവനങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ, അച്ഛാ, പ്രായമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് ഈ സ്നേഹഭവനം. അതിന്റെ എല്ലാത്തരം നിർമ്മാണ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കമ്പനിയെ. ആണോ? അത് കൊള്ളാലോ. ഗവൺമെന്റ് തന്നെ ഇതൊരു അഭിമാന പദ്ധതിയായിട്ടാണ് കണക്കാക്കുന്നത്. ആ അഭിമാന പദ്ധതിയാണ് നമ്മുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. നവീൻ, കൺഗ്രാറ്റ്സ്. ഇത് പത്രത്തിലും ടിവിയിലൊക്കെ വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. മിക്കവാറും ഇന്നോ നാളെയോ ഗവൺമെന്റ് ഇത് ഔദ്യോഗികമായി അനൗൺസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ വാർത്തകളുടെ കുത്തൊഴുക്ക് തന്നെയായിരിക്കും. നന്നായി മോനെ, ഇത്രയും വലിയ കാര്യങ്ങള് നിന്നെ തേടി വരുന്നുണ്ടല്ലോ. ഇനിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. സത്യത്തില് ഗവൺമെന്റ് ഈ പദ്ധതി ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയല്ല. സ്നേഹഭവനത്തിന്റെ ഐഡിയയും എന്റേതല്ല. നമ്മുടെ വീട്ടിലെ മറ്റൊരാളുടെ ഐഡിയ. അതാണ് ഈ സർക്കാർ അംഗീകരിച്ചത്. അതാരാ? ഇങ്ങനെ വേറൊരാള്? നീ എന്തെങ്കിലും കാണിച്ചതാണോ? ഇല്ല. അയ്യോ അമ്മായി, ഒരു മണ്ടത്തരം സർക്കാർ അംഗീകരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കീർത്തിയെടുത്ത് ചോദിക്കണ്ട. മുത്തശ്ശി, ഗവൺമെന്റ് അംഗീകരിച്ച ഈ ഐഡിയ ഗാഥയുടേതാ. ആഹാ.